നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ പിണറായിസം അവസാനിപ്പിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ തൃണമൂൽ നേതാവ് PV അൻവർ ഒന്നുമല്ലാതാകുമെന്നും പവനായി ശവമായി എന്ന അവസ്ഥയിലായി എന്നും കേരള കോൺഗ്രസ് എം രാഷ്ട്രീയ കാര്യസമിതി അംഗം ജോസ് ചെമ്പേരി. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി സ്വരാജ് വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കും. മുഖ്യമന്ത്രി പിണറായി നയിക്കുന്ന ഇടതുമുന്നണി സർക്കാർ തന്നെ മൂന്നാമതും കേരളം ഭരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി സ്വരാജ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. മുഖ്യമന്ത്രി പിണറായി നയിക്കുന്ന ഇടതുമുന്നണി സർക്കാർ തന്നെ മൂന്നാമതും കേരളം ഭരിക്കും. ഇക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. താൽപര്യമില്ലാത്ത PV അൻവറിന് പിറകെയാണ് പാരമ്പര്യമുള്ള കോൺഗ്രസിലെ ചില നേതാക്കൾ. ഇത് നാണക്കേട് തന്നെയാണെന്നും ജോസ് ചെമ്പേരി മാധ്യമങ്ങളോട് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരാളുടെ ധിക്കാരത്തിനും അഹന്തയ്ക്കും കാരണമായിട്ടുണ്ടായ ഒരു സൃഷ്ടിയാണ്. CPM-നോടൊപ്പം ചേർന്ന് നിന്ന് പിണറായി വിജയനോട്, മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചുറ്റിപ്പറ്റി നിന്ന് ഒട്ടേറെ കാര്യങ്ങൾ സാധിച്ച ആളായി മാന്യൻ. എറണാകുളത്തും കണ്ട് രാജകൊട്ടാരത്തിൻ്റെ ഭൂമിയെടുത്ത് അവിടെ ഏതാണ്ടൊക്കെ കാണിച്ചെന്നൊക്കെയാണ് പലരും പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കാവുന്നതിൻ്റെ പരമാവധി ഉണ്ടാക്കി കഴിഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് രാജിവെച്ചു. പിണറായിസം എന്ത് ഭയങ്കരമാണ്. പിണറായിസത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം ഒന്ന് രാജിവെച്ചു. ആ രാജിയുടെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പ്. ഈ ഉപതെരഞ്ഞെടുപ്പ് LDF-ന് അനുകൂലമായി നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്ഥാനാർത്ഥിയുടെ മെച്ചം മാത്രമല്ല അതിന് കാരണം. ഈ കോൺഗ്രസ്സുകാരെന്നാ ചെയ്യുന്നത്? അൻവറിന്റെ പുറകെ നടക്കുകയല്ലേ. നമ്മുടെ ശ്രീനിവാസന്റെ ഒരു സിനിമയിലെ അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞ് നടക്കുന്നത് പോലെ അൻവരെ പോകല്ലേ, അൻവരെ പോകല്ലേ, അൻവരെ വാ, അൻവരെ വാ എന്ന് പറഞ്ഞ് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നാണം കെട്ട് നടക്കല്ലേ. അവസാനം അൻവർ എന്താ പറഞ്ഞത്? ഞാൻ അങ്ങോട്ടില്ല. ഞാൻ അന്നേരവും പറയാണ് ഇനിയും ചർച്ചയ്ക്ക് സമയമുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.